ഉപ്പ ബിയെ ആണെങ്കിൽ പിടിച്ചോണേ. അയ്യോ ഉപ്പ ഇന്നെന്തെങ്കിലും സംഭവിക്കും. മുതലാളി ഇതൊന്ന് പിടിച്ചിറക്കിയ മുതലാളി. വീരാനെ ഇത് നിലത്ത് വെക്കാൻ സഹായിക്കണോ? ഹലോ, താങ്ക് യു. വീരാനെ ഇവിടെ ഒരു കാലനാണ്. ആരുടെ കാല്? എടോ കല്യാണ പന്തലിന്റെ കാല്. എങ്ങനെ വന്നാലും കുഞ്ഞാപ്പൂന്റെ ചങ്ങായിമാരായിട്ട് നാട്ടുകാരായിട്ട് പെൺവീട്ടുകാരായിട്ട് 1000 മനുഷ്യന്മാരെങ്കിലും കാണൂലേ? ഉണപ്പറന്നോ മരുമോന്റെ കല്യാണത്തിന് പന്തലിടുന്ന കാര്യമാണ് ഈ പറയണത്. കല്യാണം ആരുടെ? എന്റെ വിശ്വാസം പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ആചാര്യ ഹൃദയം ഒരു പുഷ്പമാണെന്ന്. ഇത്തിരിക്കോളം വെയില് മതി അതങ്ങ് പാടും. എന്നാലാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താ അതങ്ങോട്ട് പുഷ്പിക്കും. ലേശം കോഴിക്കാട്ടം കൂടെ ഇട്ട് കൊടുത്താൽ അത് നല്ലതുപോലെ മിണ്ടാണ്ടിരിക്കണ ബലാലെ. കുഞ്ഞാപ്പു പ്രേമിക്കണ പെൺകുട്ടീന്റെ വീട്ടിൽ ചെന്ന് കണ്ട് നിക്കാഹ് ഉറപ്പിച്ചിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്. പണ്ട് കുഞ്ഞുനാള് ഓത്തുവള്ളി പഠിക്കുമ്പോ പഠിക്കാതെ വന്ന എന്നെ ഉസ്താദ് തല്ലി. എന്റെ കരച്ചില് കണ്ട് വിഷമിച്ച് ഞാൻ ചതിക്കുഴി കുഴിച്ച് ഉസ്താദിനെ ബീച്ചതോർമ്മയുണ്ടോ നബീസു? അപ്പൊ മുതലാളിക്ക് ഈ പരിപാടി അന്നേ ഉണ്ടാണ്ടിടാ നമുക്ക്. എന്താ കുട്ടികളെ നിങ്ങൾ പന്തം കണ്ട പ്രചാരപ്പെട്ട് നോക്കിക്കണത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മാമ ഈ കുടീന്റെ പടി കയറി വന്നത്. കുടിക്കാൻ പല ചായേ സുലൈമാനിയാ എന്തെടുക്ക്. എന്നോടും മക്കളോടും പൊറുക്കണം. എന്റെ മോൻ നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചല്ല. ഓനിക്കാൻ ഒത്തിരി പള്ളു പറഞ്ഞിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. ഇല്ല നബീസ്, ഓ മിടുക്കലാണ്. എനിക്കറിയോ, ഓ നമ്മളെ പൊളിച്ച് ചീത്ത വിളിക്കുമ്പോഴും പള്ളു പറയുമ്പോഴും ഓ നമുക്ക് പെരുത്തിഷ്ടമായിരുന്നു. കൈ വളരുന്നുണ്ടാ കാല് വളരുന്നുണ്ടാന്ന് നമ്മള് ദൂരത്തിരുന്ന് നോക്കിക്കാണുമായിരുന്നു. മുതലാളി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, എന്ത് ഓന്റെ കയ്യും കാലും ഒരു പൊടിക്ക് കൂടുതൽ വളരുന്നില്ലേ? ഈ നിക്കണ നമ്മുടെ മോനെ പോലും നമ്മൾ ഇത്ര സ്നേഹിച്ചിട്ടില്ല. വഴക്ക് മതി, ജിന്നെ വിഷമിപ്പിക്കരുത്. നബീസു, എവിടെ നമ്മുടെ അനന്തരം കുഞ്ഞാപ്പു? ഓനിവിടെ അകത്തുണ്ട്. കുഞ്ഞാപ്പു, ദേ നിന്റെ മാമൻ വിളിക്കണ. കുഞ്ഞാപ്പു, ഈ മാമയോട് പൊറുക്കോടാ. പുറത്തുനിന്ന് പറയണ മോനെ. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി. മോളെ ആചാര്യ നിങ്ങളുടെ കുടുംബമായിട്ടുള്ള കച്ചറയൊക്കെ തീർന്നു. എന്റെ നിക്കാഹ് ഈ കര കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ നിക്കാഹായിട്ട് ഈ മാമ നടത്തും. കഴിഞ്ഞ എന്നാ ഇവന്റെ മൊയ്ന്താ ഇങ്ങനെ അടിക്കണത്? ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ് അടി. മുതലാളി ഇതെങ്ങനെ പഠിച്ചു? നാട്ടുകാർ ശ്രദ്ധിക്കുന്നു. ഇന്ന് അടിച്ചോളി. എത്രയായി? 25. ഇത് എടുത്തോളി. ഇത് നമ്മുടെ വരുമ്പോ ഇവനും കൊടുക്കുന്നു മുന്തിരി. മുന്തിരി ആകുമ്പോ സാക്രി ഉണ്ടാവും. ഇവനും യവന്റെ കൂട്ടുകാരന്മാരിക്കും ഇഷ്ടം പോലെ ഐസ്ക്രീം കൊടുക്കും. കാശ് തരും. പിന്നെ കുഞ്ഞാപ്പൂ ദിവസങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ടവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം, കല്യാണ കുറി അടിക്കണം. പിന്നെ ചരക്കെടുക്കേണ്ട എവിടെ നിന്നാണെന്ന് നീ പെൺകുട്ടിയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതെന്താ ഇപ്പൊ ചർച്ച ചെയ്യാൻ? നിയമസഭാ സമ്മേളനമല്ലോ. അതേടാ, നിയമസഭാ സമ്മേളനത്തെക്കാൾ വലിയ സമ്മേളനമാണ് നിക്കാഹ്. അതാടാ മുരളിന്റെ നാട്ടു നടപ്പ്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരുമിച്ച് പോയി ചരക്കെടുക്കണം. പെണ്ണ് കേട്ട താനക്ക് ഇതുപോലെ അറിയോ? നാളെ തന്നെ റസിയെ പോയെന്ന് കാണണമേ. റസിയ മനസ്സിലായില്ലേ? ഈ കെട്ടാൻ പോണ പെണ്ണ്.
Oh yeah, here I go now to meet the girl and let me feel the heat and let me take a feet in front of her more and for the care and the pain and let me get a love. Now good God gracious, that's contagious. Cast out, I just wanna go run my love, my love, my love. Will she be the one who I wanted to love? Go. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് കാത്തോളണേ. ഹായ് കുഞ്ഞാപ്പു, ആ ഹലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, നമ്മക്കൊക്കെ എന്ത് വിശേഷം? ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്ന? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടി അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പു, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പുവും കുഞ്ഞാപ്പുവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ വാ, വാ, എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയാക്കന്റെ കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം, കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ. അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല, അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കോ. അയ്യേ, ഞാൻ ആ ടൈപ്പല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടിൻപുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. എന്താ ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. ഹോളെന്താ പറഞ്ഞേ? ഹോൾ ഒരുമാതിരി മോനെ വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പു അത്ര പാവായി പോയല്ലോ. കുഞ്ഞാപ്പു ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പു, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21-ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പു. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പിന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പു ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? ദേ, കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? ദേ, പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടിയല്ലല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പു, ഇതാണ് റസിയ. കുഞ്ഞാപ്പു കെട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിന് ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പു എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, വാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. ആ കുട്ടി ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ,
ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പൂന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച.